1902 ഈ ഭൂമി പാട്ടത്തിന് വാങ്ങിച്ച അബ്ദുൽ സത്താർ മൂസ ഹാജി സേട്ടുവിൻ്റെ മകനാണ് കരീം സേട്ടു. കരീം സേട്ടുവിൻ്റെ മകനാണ് മൂസ സേട്ടു. മൂസ സേട്ടു 4 സഹോദരിമാരും ഉണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേരാണ് ജംബുബായി. നമ്മളിവിടെ പരാമർശിക്കേണ്ട ഒരു വ്യക്തിയാണ് ജംബുബായി. അതോടൊപ്പം തന്നെ മൂസ സേട്ടു 30 വയസ്സായപ്പോൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൾ ആമിന എന്ന് പറയുന്ന കുട്ടിക്ക് ഏകദേശം 6 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇവർ തമ്മിൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് കോടതികളിൽ വ്യവഹാരങ്ങൾ നടക്കുകയും അതിനോടനുബന്ധിച്ചിട്ട് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി 6 വയസ്സുകാരിയായ ഈ ആമിനയുടെ കെയർ ടേക്കറായി വരികയും ചെയ്തു. തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജംബുബായിയുടെ പേരിലുള്ള ഭൂമി, അത് എൻ്റെ പിതാവ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യ കാലഘട്ടം മുതലുള്ള കേസുകളിലൊക്കെ നടന്നിരുന്നതാണ്. അന്ന് ഞങ്ങൾ കേട്ടിരുന്നത് ജംബുബായിയുടെ ഭർത്താവാണ് സിദ്ദിഖ് സേട്ടു എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ഈ സഹോദരിമാരിൽ കെയർ ടേക്കറായി വന്ന സിദ്ദിഖ് സേട്ടു കല്യാണം കഴിച്ചിട്ടുണ്ടാകും. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ശരി, ഈ പറയുന്ന ഭൂമി 1950 നവംബർ 1 ഫറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ ഏകദേശം 10 വയസ്സ് മാത്രമേ ആമിനക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ ആമിനയുടെ പ്രോപ്പർട്ടി കൂടി ഈ 404 ഏക്കറിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 10 വയസ്സുകാരിയുടെ ഒരു പ്രോപ്പർട്ടി പെർമനൻ്റ് ഡെഡിക്കേഷൻ ചെയ്യുന്നതിനുള്ള, വഖഫായി ഡെഡിക്കേഷൻ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ നിയമപരമായി ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. പിന്നീട് ആമിന വലുതായി വരുമ്പോൾ തത്തുല്യമായ ഭൂമിക്ക് സിദ്ദിഖ് സേട്ട് വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് വിവരങ്ങളൊന്നുമില്ല. എന്തായാലും ശരി, പെർമനൻ്റ് ഡെഡിക്കേഷൻ 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രോപ്പർട്ടിയും കൂടി ഉൾപ്പെടെ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു വഖഫ് പ്രോപ്പർട്ടി അല്ല. വീണ്ടും നമ്മൾക്ക് പല കാരണങ്ങൾ കൊണ്ടും വഖഫ് പ്രോപ്പർട്ടി അല്ലാതെ ഇരിക്കുന്നു. ഇവിടെ നമ്മൾ നടക്കുന്ന സംഭവം 1991 89 മുതൽ 91 വരെ ഞങ്ങൾ വാങ്ങിച്ച ഈ ഭൂമി 2022 ജനുവരി മാസം വരെ, അതായത് ഏകദേശം 33 വർഷം സ്വസ്ഥവും സുഗമമായി ഞങ്ങൾ കരമടച്ച് പോക്കുവരവ് നടത്തി, തണ്ടപ്പേര് പിടിച്ച്, ഭവന വായ്പയെടുത്ത്, വാഹന വായ്പയെടുത്ത്, വിദ്യാഭ്യാസ ലോണുകളെടുത്ത് സ്വസ്ഥവും സുഗമമായി ഒരു ചരിത്രം, ഒരു സാംസ്കാരികമായി ഉയർന്ന ഒരു ലെവലിലേക്ക് ഞങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ 2022 കരമടക്കാൻ ചെന്നപ്പോൾ പറയുകയാണ്, ഇത് നിങ്ങളുടെ ഭൂമിയല്ല, വഖഫ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കരമടക്കാൻ സാധിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വളരെ നിസ്സാരമായ ഒരു പ്രശ്നമായിരിക്കും എന്ന് തന്നെയാണ് കരുതി ഇവിടുത്തെ സ്ഥലം MLA KN ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ നിരന്തരം കോടതി, പാർലമെൻറ്റിലും നിയമസഭയിലും സെക്രട്ടേറിയറ്റിലൊക്കെ ഏകദേശം 16 പ്രാവശ്യം പോയി മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, വഖഫ് മന്ത്രി ഒക്കെ സംസാരിച്ച് ഞങ്ങൾക്ക് കരമടക്കുന്നതിനുള്ളൊരു സൗകര്യം കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ കരമടച്ചപ്പോൾ ഞങ്ങളുടെ ധാരണ ഇതോടുകൂടി പ്രശ്നം തീർന്നു എന്നാണ്. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വഖഫ് രജിസ്റ്ററിലാണ് പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും നമുക്ക് തിരിച്ച് പെട്ടെന്ന് പിടിക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കരമടച്ചതിനെതിരെ അബ്ദുൽ സലാമും നാസർ മനീറും എന്ന് പറയുന്ന 2 വ്യക്തികൾ ചേർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഞങ്ങൾക്ക് ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ജോസ് പോൾ എന്ന് കാച്ചപ്പള്ളി ആ കേസുമായി മുന്നോട്ട് പോവുകയും ഈ പ്രോപ്പർട്ടിക്ക് എല്ലാവിധ റവന്യൂ അവകാശങ്ങളും സിംഗിൾ കോടതി ഞങ്ങൾക്ക് അനുവദിച്ചു തരികയും ചെയ്തു. ഈ സമയത്ത് 2022 ഡിസംബർ 27 ഇവർ നേരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോവുകയും അതിന് സ്റ്റേ വാങ്ങിക്കുകയും ചെയ്തു. ആ സമയത്ത് വഖഫ് ബോർഡ് അഫിഡാവിറ്റ് ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തു, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് രജിസ്റ്റർ ചെയ്ത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഭൂമിയാണ്, അതുകൊണ്ട് ഇതിനെ കരമടച്ചു കൊടുക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് ഞങ്ങൾ വീണ്ടും കോടതി വ്യവഹാരങ്ങൾ നടത്തിയെങ്കിലും ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതിൻ്റെ 1975 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അതേപോലെ തന്നെ ഈ ഭാഗാധാരങ്ങളും അതിൻ്റെ കിടപ്പും എല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ശാശ്വതമായ പരിഹാരം കോടതി വ്യവഹാരങ്ങളിലൂടെ നേടിയെടുക്കാൻ വർഷങ്ങളോളം അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം കഴിയുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ച് ഞങ്ങൾ ഒരു നിരാഹാര സമരത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നതും ഇവിടെ ആദ്യം വഞ്ചി സ്ക്വയറിൽ സമരം നടത്തി, അതിനുശേഷം ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ വഖഫ് ബോർഡ് പിക്കറ്റിംഗ് നടന്നു. പിന്നീട് SNDPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുൻവശത്തുള്ള സ്ഥലത്ത് പദയാത്ര നടത്തി.
വീണ്ടും ഈ പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന സാമ്പത്തികമായിട്ട് വളരെ താഴേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ബാങ്കുകളിൽ നിന്നും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ജപ്തി ഭീഷണികളും അതേപോലെ തന്നെ തിരിച്ചടവ് അടക്കാൻ പറ്റാത്തതുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ പ്രശ്നത്തിലും സാമ്പത്തികമായിട്ട് തകർന്ന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സ്റ്റേജും കൂടി വരുമ്പോൾ അവശതയായി അനുഭവിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ നിരാഹാര സമരത്തിലേക്ക് പോകുന്നത്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാഹനത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് രൂപയാണ് ചിലവ് വരുന്നത്. പക്ഷേ ഞങ്ങൾ ദൈവകൃപയാൽ ഞങ്ങളെല്ലാവരും വിശ്വാസികളാണ്. ഈ പള്ളി അങ്കണത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും വന്ന് ഒരു ജാതിയോ ഒരു വർഗീയതയോ പറയാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുകയാണ്. പക്ഷേ പല കോണുകളിൽ നിന്നും ഇത് വർഗീയവൽക്കരിക്കുന്നതിനും അതേപോലെ തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഈ സമരത്തെ തേജോവധം ചെയ്യുന്നതിനുമുള്ള പല പ്രലോഭനങ്ങളും പല സംസാരങ്ങളും പലതരത്തിൽ നിന്നും നേരിടേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വിഷമമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് സത്വരം ഇടപെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. CN രാമചന്ദ്രൻ ഞങ്ങൾ 4-5 പ്രാവശ്യം അദ്ദേഹവുമായിട്ട് ഡോക്യുമെൻറ്റ്സുകൾ കൈമാറിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ശുഭാപ്തി 100% വിശ്വസിക്കുന്നു. ഗവൺമെൻറ് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ചെയ്തു തരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.